ഹലോ മക്കളെ, ഇത്തവണത്തെ ക്രിസ്മസ് എക്സാം കുറച്ചധികം ടഫ് ആവാനാണ് സാധ്യത കൂടുതലുള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയൊക്കെ നീങ്ങിയത് പോലെ ആയിരിക്കില്ല ഇത്തവണത്തെ നമ്മുടെ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. മാത്രമല്ല, പലരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം എക്സാം നമ്മൾ ഭയങ്കര സംഭവമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ കുഴപ്പമില്ലാതെ ഒരു എന്താ പറയുക തട്ടിമുട്ടിയൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാമിന് നടക്കും എന്നുള്ളത് ആരും വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ക്രിസ്മസ് എക്സാം എന്തായാലും ടഫായിരിക്കും. നമുക്ക് 3 സെറ്റ് എക്സാം ആണുള്ളത് അല്ലേ. അതായത് ആദ്യം നമ്മുടെ ഓണം എക്സാം ഉണ്ടായിരിക്കും, പിന്നെ അതിനുശേഷം നമുക്ക് ക്രിസ്മസ് എക്സാം ഉണ്ടായിരിക്കും, പിന്നെ ലാസ്റ്റ് നമ്മുടെ പബ്ലിക് എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 3 എക്സാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മാർക്ക് എന്തായാലും നമ്മുടെ ടീച്ചേഴ്സും നോക്കും, നമ്മുടെ പാരൻസും നോക്കും. പിന്നെ അത് വെച്ചിട്ടായിരിക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇനി എങ്ങനെയാണ് നമ്മുടെ പഠിത്തം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പഠിത്തത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, മുന്നോട്ടാണോ വന്നത് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും താഴോട്ടേക്കാണോ പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ക്രിസ്മസ് എക്സാം വെച്ചിട്ടാണ്. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും പഠിക്കില്ല, ഇപ്പോഴൊക്കെ സുഖസുന്ദരമായിട്ട് ഇങ്ങനെ ഇരിക്കും, ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ വിചാരത്തിൽ അങ്ങനെ ഇരിക്കും. ലാസ്റ്റ് എക്സാമിന് സമയമാകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എക്സാമിന് ഫാമിലി എന്തായാലും നമ്മൾ മാരത്തോണുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യില്ലേ. അപ്പോൾ ആ മാരത്തോൺ ലൈവുകൾ മാത്രം കണ്ടാൽ മതിയല്ലോ. അത് മാത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളത് ഇങ്ങനെ ഭയങ്കര ഒരു ഓവർ കോൺഫിഡൻസിലായിരിക്കും പലരും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റി വെച്ചോളൂ മക്കളെ. കാരണം നമുക്ക് ആ ലാസ്റ്റത്തെ മാരത്തോൺ മാത്രം കണ്ടതുകൊണ്ട് നമുക്കൊന്നും ആവില്ല. അതായത് അതിൽ നമ്മൾ മാക്സിമം നോക്കുന്നത് വെച്ചാൽ ടീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരും, ഇല്ലാന്ന് പറയുന്നില്ല. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരും, പിന്നെ അതേപോലെ തന്നെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പക്ഷേ അത് മാത്രമായിട്ട് കാര്യമില്ല. കാരണം നമുക്ക് കറക്റ്റായിട്ടൊരു ബേസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം മുതൽ തന്നെ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, കാരണം ഓരോ ടോപ്പിക്കും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റി മറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വേണം, ലാസ്റ്റത്തെ മാരത്തോൺ മാത്രം പഠിച്ച് കണ്ടതുകൊണ്ട് നമുക്ക് നല്ല മാർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഇപ്പം മുതലേ തന്നെ നല്ലോണം ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് 5, 7, 9 ക്ലാസ്സിലുള്ള മക്കളുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിലബസ് മാറിയതുകൊണ്ട് തന്നെ അവിടെ ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്തായാലും ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്നും തന്നെ കറക്റ്റായിട്ട് എടുത്ത് പറയാനായിട്ട് സാധിക്കില്ല. അതിപ്പോൾ ഏത് ടീച്ചറാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഏകദേശം എന്നുള്ള രീതിക്ക് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ പറയുന്ന അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട് അത്രയും ഒരു 100% എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ മാറിയേക്കാം. കാരണം നമ്മുടെ കഴിഞ്ഞ ഓണപ്പരീക്ഷയ്ക്ക് തന്നെ നമ്മൾ കണ്ടു അല്ലേ, പല വിചാരിക്കാത്ത ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലാസ്റ്റത്തെ ആ ഒരു സമയത്ത് മാരത്തോണിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോകാം എന്നുള്ള രീതിക്ക് ഒരിക്കലും ഇരിക്കരുത്. എൻ്റെ കുട്ടികൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, നല്ല വൃത്തിയായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ അതിന് എന്ത് വേണം, ഇപ്പം മുതലേ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമുക്ക് സമയമേ ഇല്ല. മിസ് പറഞ്ഞാൽ ഓൾറെഡി ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 25 ദിവസത്തിൻ്റെ അടുത്ത് മാത്രമേ നമുക്ക് സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ഓരോ ദിവസവും ഇനി കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് തന്നെ വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കും. അതല്ലേ നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് പാരൻസ് മീറ്റിങ്ങും പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് പേപ്പറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ട് നല്ല വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കുറച്ച് സമയം കൂടിയുള്ള ആ കുറച്ച് സമയം എൻ്റെ കുട്ടികളെല്ലാവരും അടിപൊളിയായിട്ട് ഒന്നൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഡബിൾ എഫേർട്ട് ഇടാനായിട്ട് നമ്മുടെ എക്സാമിനർ ടീമിലെ എല്ലാ ടീച്ചേഴ്സും റെഡിയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളത് തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു പ്ലാനിങ്ങോട് കൂടെ നീങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, അയ്യോ ഇനി എങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യും, എങ്ങനെ ഞങ്ങൾ ടൈം ടേബിൾ ഇടും, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ മിസ്സേ, അങ്ങനെയുള്ളൊരു ടെൻഷനൊക്കെ അടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഇവൻറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. ആ ഒരു ഇവൻറ്റ് നടക്കുന്നത് സൺഡേ ആയിരിക്കും. സൺഡേ ഒരു ലൈവ് ഇവൻറ്റ് നടക്കുന്നുണ്ട്. ആ ഒരു ലൈവ് ഇവൻറ്റ് മിസ് കാണിച്ചത് ഇവിടെ താഴെ കാണുന്ന സമയത്തായിരിക്കും നമ്മുടെ ലൈവ് ഇവൻറ്റ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇവൻറ്റ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇനി ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ഓരോ ദിവസം ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഇനി ചാപ്റ്റേഴ്സ് മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടോ, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മിസ് ഇപ്പോൾ എല്ലാവരും പറയുന്നില്ല, കുറച്ചൊക്കെ സർപ്രൈസ് ആണ്.
ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതും വഴിയെ എന്ന് കുട്ടികൾ അറിയും. സൺഡേ രാത്രി നടക്കുന്ന ഈ ഒരു ഇവന്റ്, ഈ സമയത്ത് നടക്കുന്ന ഇവന്റ് എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മാത്രമല്ല നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടഫ് ആയിരിക്കും എക്സാം എന്നുള്ള കാര്യം ഇപ്പം തന്നെ മനസ്സിൽ വെച്ചോളൂ. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇനി മുതൽ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഈ ഒരു സൺഡേ ഇവന്റിന് നമ്മുടെ കുട്ടികളെല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും വരും എന്നാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.